ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നെയ്മീൻ റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 പീസ് നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഫിഷ് കോട്ട് ചെയ്യാനായിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, കുറച്ച് കടുക്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ഗ്രീൻ ചില്ലി, കുറച്ച് കരിവേപ്പില, 3-4 കഷ്ണം ചെറുള്ളി, കുറച്ച് പച്ചരി അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അരി ചേർക്കുന്നത്. കുറച്ച് പച്ചമസാല, ആവശ്യത്തിന് മഞ്ഞൾ, ഒരൽപ്പം കായം, 1/2 സ്പൂൺ വൈറ്റ് വിനീഗർ. ഈ മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. മസാല നല്ലപോലെ ഫിഷിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ കുറച്ച് കടുകും 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 തക്കാളി ആഡ് ചെയ്യാം. മൂന്ന് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, കുറച്ച് ഉലുവപ്പൊടി. രണ്ട് കൊടംപുളിയും കുറച്ച് വാളംപുളിയും കൂടെ കുതിർത്ത വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. നെയ്മീൻ റോസ്റ്റിന്റെ മസാല നല്ലപോലെ കുറുകിയതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നെയ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ഫിഷ് നല്ലപോലെ ഈ ഗ്രേവിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഫിഷിലേക്ക് മസാല പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ നെയ്മീൻ റോസ്റ്റ് റെഡിയായി. വളരെ നല്ലൊരു നാടൻ ഡിഷാണ്. അപ്പം, വൈറ്റ് റൈസ്, പിന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.